മുഖ്യമന്ത്രിക്കെതിരെ കമന്റ്. പ്രചരണം തുടങ്ങിയ CPM നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കി. കോഴിക്കോട് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കഠിനംകുളം CPM പഞ്ചായത്ത് അംഗവും മാവേലിക്കരയിൽ ബ്രാഞ്ച് അംഗവും കോൺഗ്രസിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് കിട്ടാത്തവർ മറുകണ്ഠം ചാടുന്നത് അത്ര പുതിയ സംഭവമല്ല. എന്നാൽ കേഡർ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന CPMൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വാർത്ത അത്ര പരിചിതമുള്ളതല്ല. അതിലും രസകരമായ സംഭവമാണ് പുല്ലമ്പാറയിൽ നടന്നിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ച് പ്രചാരണം നടത്തുന്നതിനിടെ CPM നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി റദ്ദാക്കിയിരിക്കുകയാണ്. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ മുത്തിപ്പാറ B ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥിത്വമാണ് റദ്ദാക്കിയത്. മുഖ്യമന്ത്രിക്കെതിരെ കമന്റ് ഇട്ടതാണ് പാർട്ടി നടപടിക്ക് കാരണം. ഇതോടെ പാർട്ടി അംഗത്വം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീകണ്ഠൻ. രാജിവെക്കുകയാണെന്ന് കാണിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് നൽകിയതായും മുത്തിപ്പാറ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതായി B ശ്രീകണ്ഠൻ പറഞ്ഞു. പുല്ലമ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, CITU മേഖലാ സെക്രട്ടറി, ഫീനിക്സ് ഗ്രന്ഥശാല സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇയാൾ. മുത്തിപ്പാറ വാർഡിൽ നിന്നും CPMന്റെ സ്ഥാനാർത്ഥിയായി B ശ്രീകണ്ഠനെ പുല്ലമ്പാറ ലോക്കൽ കമ്മിറ്റി തീരുമാനിക്കുകയും ഇത് ഏരിയ കമ്മിറ്റി അംഗീകരിച്ച് ജില്ലാ കമ്മിറ്റിക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റി ശ്രീകണ്ഠന്റെ പേര് നീക്കം ചെയ്ത് അയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ മറ്റൊരാൾക്ക് പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകി. ശ്രീകണ്ഠനോട് മത്സരരംഗത്തു നിന്നും പിന്മാറണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. മുത്തിപ്പാറ വാർഡിൽ ഒരാഴ്ച വോട്ട് അഭ്യർത്ഥിച്ച് ശ്രീകണ്ഠൻ ഭവന സന്ദർശനം നടത്തിയിരുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ശ്രീകണ്ഠനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിന് പരാതി ലഭിച്ചിരുന്നു. ഇതിനിടെ കോഴിക്കോട് നരിക്കൊട്ടേരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ CPM നേതാവിനെയും കുടുംബത്തെയും ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു. പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കഠിനംകുളം ഗ്രാമപഞ്ചായത്തിൽ CPM വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു. വെട്ടുതുറയിൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ റീത്ത നിക്സനാണ് കോൺഗ്രസിൽ ചേർന്നത്. റീത്ത നിക്സൺ 2 തവണ CPM സ്ഥാനാർത്ഥിയായി വിജയിച്ചിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം പാർട്ടി നേതാക്കളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായി അവർ ആരോപിച്ചിരുന്നു. അപവാദ പ്രചരണത്തെക്കുറിച്ച് 2 വർഷം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും റീത്ത പറയുന്നു. 2.5 വർഷമായി ഇവർ പാർട്ടി അംഗത്വം പുതുക്കിയിരുന്നില്ല. മാവേലിക്കര തെക്കേക്കരയിൽ CPM ബ്രാഞ്ച് അംഗം കോൺഗ്രസിൽ ചേർന്നു. ഉമ്പർനാട് ബ്രാഞ്ച് അംഗം അനീഷിയാണ് കോൺഗ്രസിൽ ചേർന്നത്. CPMലെ ചില നേതാക്കളുടെ മാനസിക പീഡനമാണ് പാർട്ടി വിടാനുള്ള കാരണമെന്ന് അനീഷ പറഞ്ഞു. ഇവരെ കോൺഗ്രസ് പാനലിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാൻ നീക്കമുണ്ട്.